ഇന്നൊരു കോണ്ടിനെൻ്റൽ സ്റ്റൈലിലെ ചിക്കൻ ബ്രസ്റ്റ് സ്റ്റഫ് ചെയ്താണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു സോസും ഉണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനൊരു പാനിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഒരു അര സവാളയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് അതിനകത്ത് ആ ബട്ടറിൽ നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ അതിനെ വഴറ്റിയെടുക്കണം. അതായത് ആ ബട്ടറിൻ്റെ ടേസ്റ്റ് എല്ലാത്തിലും കിട്ടുന്ന വിധത്തിൽ മീഡിയം തീയിൽ വേണം നമുക്കതിന്. ബട്ടർ തന്നെ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളത് കരിഞ്ഞു പോരുത്. ഇപ്പോൾ അതേ അതൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് വാൾനട്ട്സാണ്. ഞാനിപ്പം ഇത് ആ ചിക്കൻ ബ്രസ്റ്റിൻ്റെ സ്റ്റഫിംഗ് ആണ് ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് വാൾനട്ട്സും ഇട്ടിട്ട് വാൾനട്ട്സും ഒന്ന് ഫ്രൈ ആയി വരുന്ന വരെ അതിനെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതിനകത്ത് സ്റ്റഫിങ്ങിന് ഉപയോഗിക്കുന്നത് പാലക്കും മഷ്റൂമുമാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ബഞ്ച് പാലക്കും ഒരു 5-6 മഷ്റൂംസും മതിയാകും. അപ്പോൾ ഞാൻ 2 ചിക്കൻ ബ്രസ്റ്റിനാണ് സ്റ്റഫിംഗ് ആണിത്. അപ്പം ബാക്കിയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാലക്കും മഷ്റൂമും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അടച്ച് വെച്ച് വേവിക്കരുത്. തുറന്ന് ഓപ്പണായിട്ട് തന്നെ വേവിക്കണം. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പെപ്പറും ഇട്ട് കൊടുത്തിട്ട് വേണം അതിനൊന്ന് മിക്സ് ചെയ്ത് വേണം. അതായത് ഇതിൽ നിന്നൊക്കെ ഒത്തിരി വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ്ങിന് അധികം വെള്ളം ആവശ്യമില്ല. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി കിട്ടണം. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിച്ചാൽ കുറേ സമയം എടുക്കും. അതിൻ്റെ ആ ഗ്രീൻ കളറൊക്കെ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പാലക്കും മഷ്റൂമും അതിനകത്ത് തന്നെയുള്ള വെള്ളം, അതിൽ നിന്ന് ആ ജ്യൂസ് പുറത്തോട്ട് വരും. അത് കഴിഞ്ഞ് അതിനെ നല്ല ഡ്രൈ ആക്കി ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റഫിങ് റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഞാൻ ബ്രൊക്കോളിയും ക്യാരറ്റും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രൊക്കോളി ഒന്ന് ബ്ലാൻഡ് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട വെള്ളത്തിൽ ബ്രൊക്കോളി ഒരു മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് തണുത്ത വെള്ളത്തിലിട്ട് എടുക്കണം. അതുപോലെ ക്യാരറ്റും എടുക്കണം. ഇപ്പോൾ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് എടുത്തു. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റിനെ നന്നായിട്ട് ഇതുപോലെ അതിനകത്തൊരു പോക്കറ്റ് പോലെ ഉണ്ടാക്കണം. അതിന് നമുക്ക് പോക്കറ്റല്ല, അതിനെ ശരിക്കും ഒന്ന് രണ്ടായിട്ട് ഹാഫ് ആക്കണം. അത് വിട്ടു പോവാതെ ഇങ്ങനെ എടുക്കണം. അത് ഞാൻ ഒരു ക്ലിങ് ഫിലിം ഇട്ട് കവർ ചെയ്തിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് ഫ്ലാറ്റൻ ആക്കണം. അപ്പോഴാണ് അത് നല്ല തിന്നാവും ആ മീറ്റ്. അങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു മാരിനേഷനുണ്ട്. അപ്പോൾ അതിന് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂണോളം പെപ്പർ, പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ മസ്റ്റേർഡ് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇറ്റാലിയൻ സീസണിങ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒറിഗാനോ, പാഴ്സലി. പിന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ഇതിനകത്ത് പപ്രിക്ക പൗഡറാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്ക് ആ ചിക്കൻ ബ്രസ്റ്റിനെ നമ്മൾ ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്ത ചിക്കൻ ബ്രസ്റ്റിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊരു 30 മിനിറ്റ്സ് നമുക്കതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒരു പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് സ്റ്റഫിങ്ങിന് ഞാൻ ആ കട്ടിംഗ് ബോർഡിൽ തന്നെ ഒരു ക്ലിങ് ഫിലിം താഴെ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസ് വെച്ചു. അതിനകത്ത് സ്റ്റഫിങ്സും ഞാൻ വെക്കുകയാണ്. ചീരയും മഷ്റൂമുള്ള സ്റ്റഫിങ്സ് ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ്, നല്ല മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ട് ആ വാൾനട്ട്സ് കുറച്ചിങ്ങനെ വലുതായിട്ടുള്ള നമുക്കതിനൊന്ന് ബ്രേക്ക് ചെയ്തിട്ടാൽ അത് സ്റ്റഫിങ് കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ഫീലിംഗ് വരും. അതിന് വേണ്ടിയിട്ടാണ് വാൾനട്ട്. ഇപ്പോൾ വാൾനട്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൻ നട്ട്സ് വേണമെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ റിച്ച് ആക്കാനായിട്ട് പൈൻ നട്ട്സ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കതിനെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്യണം. റോൾ ചെയ്തിട്ട് ആ ക്ലിങ് ഫിലിം വെച്ച് തന്നെ നന്നായിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്തിട്ട് അതിനെ റോൾ ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡും ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെക്കണം. അപ്പോൾ നല്ല ചിക്കൻ ബ്രസ്റ്റ് നല്ല സ്റ്റഫ് ചെയ്ത് ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അതിനെ നന്നായിട്ട് റോൾ ചെയ്ത് 2 സൈഡും ഓരോ കെട്ട് കെട്ടി വെച്ച് ഇപ്പോൾ ഞാൻ 2 ചിക്കൻ ബ്രസ്റ്റും അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്യുന്ന പ്രോസസ്സിലോട്ട് പോവാം. അപ്പോൾ ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ആ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം നമുക്ക് ഓരോ ചിക്കൻ ബ്രസ്റ്റ് ആ ക്ലിങ് ഫിലിം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഓരോ ചിക്കൻ ബ്രസ്റ്റിനെയും അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിങ് ഫിലിമിൽ അതിനെ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് പിറ്റേ ദിവസം വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഓവൺ ഒന്ന് ഒരു 250 ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതായത് നമ്മളിതിനെ 2 സൈഡും ഒന്ന് ലൈറ്റ് ബ്രൗൺ ആക്കിയിട്ട് നമ്മളിതിനെ ഓവണിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് 2 സൈഡും നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓവനും 250 ഡിഗ്രിയിൽ ചൂടായി ഇരിപ്പുണ്ട്.
അപ്പം ഞാൻ ഇതിനെ ആ ബേക്ക് ചെയ്യുന്ന ഡിഷിലോട്ട് നമുക്ക് ഈ രണ്ട് സൈഡും നല്ല മൊരിഞ്ഞ, അത് ഹൈ ഹീറ്റിൽ വേണം ചെയ്യാനായിട്ട്, അപ്പോഴാണ് നല്ല ബ്രൗൺ കളർ കിട്ടുകയുള്ളൂ. അപ്പോൾ രണ്ട് സൈഡും നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതിന് ഞാനൊരു ബേക്കിംഗ് ഡിഷിലോട്ട് ഞാൻ മാറ്റി, രണ്ട് ചിക്കൻ ബ്രസ്റ്റിനെയും ബേക്കിംഗ് ഡിഷിലോട്ട് മാറ്റി. അത് കഴിഞ്ഞ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്ക് ഒരു 25 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് നല്ല ബ്രൗൺ ആയിട്ട് അകമൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനിതിനെ ഒന്ന് ഓവനിലോട്ട് വെക്കാൻ പോവാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ, അതായത് നമ്മൾ ആ ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ചെയ്ത പാൻ തന്നെ യൂസ് ചെയ്താൽ മതി. അതിനകത്തോട്ട് കുറച്ച് ബട്ടറും കുറച്ച് ഷാലറ്റ്സും 2-3 ചുവന്നുള്ളിയും 2-3 അല്ലി വെളുത്തുള്ളിയും നന്നായിട്ട് ബട്ടറിൽ തന്നെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 3/4 കപ്പോളം ചിക്കൻ സ്റ്റോക്ക്. നിങ്ങൾക്ക് എത്ര സോസ് വേണോ അതിനനുസരിച്ചുള്ള കൺസിസ്റ്റൻസിക്കുള്ള ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്തു. അത് നന്നായിട്ടിങ്ങനെ ബോയിൽ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ, ഇതൊരു ക്രീമി മസ്റ്റേർഡ് സോസാണ് ഞാനിപ്പം ഇതിനകത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് ഒരു 3/4 ടീസ്പൂണോളം മസ്റ്റേർഡ് പേസ്റ്റ് ഒഴിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ സ്റ്റോക്കിൻ്റെയും ആ മസ്റ്റേർഡിൻ്റെയും ക്രീമിൻ്റെയും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ കുറച്ച് നമ്മൾ കണ്ടോ സോസ് കുറച്ച് തിക്കനായി. അപ്പം ഇതിനനുസരിച്ച് നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച്, ഇപ്പം കുറച്ചുകൂടെ ലൂസാക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പിന്നെ നമുക്ക് സോസിനെ സീസൺ ചെയ്യണ്ടേ, അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ക്രഷ്ഡ് പെപ്പറും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ സോസും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതൊരു ഒരു സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷല്ല, കുറച്ചും കൂടെ ഒരു വെറൈറ്റി ഡിഷാണ്. പക്ഷെ നല്ല ടേസ്റ്റാണിത്. ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടമാകും. പിന്നെ ഞാൻ വേറൊരു പാനിൽ കുറച്ച് ബട്ടറിൽ നമ്മൾ ബ്ലാൻഡ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ്, അത് ഞാൻ ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തു. ഇത് ഞാൻ പാസ്തയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ആ പാസ്ത ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ചിക്കൻ ബ്രസ്റ്റിന് ഇതുപോലെ ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ ജോജിയാണ് ചിക്കൻ്റെ ഇതെല്ലാം ചെയ്യുന്നത്. ചിക്കൻ സ്റ്റഫ് ചെയ്തതും കട്ട് ചെയ്തതും എല്ലാം ജോജി തന്നെയാണ്. ജോജി കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല രസമായിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ പീസിനെ ആ ബെഡ് ഓഫ് പാസ്തയുടെ മുകളിൽ വെച്ച് കൊടുക്കുക. ഓരോ പീസ് ഇപ്പം നിങ്ങൾക്ക് അതിനകത്ത് സ്റ്റഫിങ് കാണാം. നല്ല ഗ്രീൻ കളറിൽ മഷ്റൂമിൻ്റെ ബ്രൗൺ കളറും ഒക്കെ ആയിട്ടുള്ള സ്റ്റഫിങ്സും കാണാം. നമ്മുടെ വാൾനട്ടും ഗാർലിക്കും ഓണിയനും ബട്ടറും എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവറാണിത് കഴിക്കുമ്പോൾ, പാസ്തയുടെ കൂടെ കഴിക്കുമ്പോൾ. ഇനിയിപ്പം നമ്മുടെ ചിക്കനൊക്കെ ഞാൻ സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ ഉണ്ടാക്കിയ സോസ് സൈഡിൽ ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം. ഇതൊരു പെർഫെക്റ്റ് മീലായി. പിന്നെ നമുക്ക് ആ ബ്ലാൻഡ് ചെയ്ത് ബട്ടറിലെടുത്ത വെജിറ്റബിൾസും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ ഇതൊരു കംപ്ലീറ്റ് മീലായി. നമുക്ക് വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട, ബ്രെഡിൻ്റെ പോലും ആവശ്യമില്ല. പാസ്തയും ഈ ചിക്കനും വെജിറ്റബിൾസും കൂടെ കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പറ്റുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ.